കാരുണ്യവാനും കരുണാവാരിധ്യവുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ സഹോദരന്മാരെ സഹോദരികൾ, നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാൻ പറ്റും ഇന്നത്തെ ഈ നവ ലിബറൽ വ്യക്തിവാദ കാഴ്ചപ്പാടുള്ള അവരുടെയൊക്കെ ഒരു വീക്ഷണം അനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാതീതമായ വഴിയിലൂടെ ചില അറിവുകളൊന്നും മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമില്ല. കാരണം മനുഷ്യൻ പ്രകൃതിപരമായി തന്നെ ധാർമ്മികനാണ്. അതുകൊണ്ട് ധാർമ്മികാധ്യാപനങ്ങൾ വേറെ മനുഷ്യനെ പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് വേദങ്ങൾ, പ്രവാചകന്മാർ ഈ പറയുന്നതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്, അതാവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് പൊതുവിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതാണ്, പക്ഷിമൃഗാദികൾക്കിടയിലൊന്നും എന്തില്ല, പ്രവാചകന്മാരില്ല, വേദങ്ങളില്ല. മനുഷ്യനും അതിൻ്റെ ഒരു തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ വാല് നഷ്ടപ്പെട്ടു പോയൊരു ജന്തുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജന്തുവിനും അതിൻ്റെ ആവശ്യമില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതീവ ഗുരുതരമായിരിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് പഠിച്ചത് പയറ്റുന്നവനാണ്, നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ പഠിപ്പിക്കുന്ന കാര്യം തെറ്റിക്കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യം തെറ്റും. പഠിക്കുന്ന കാര്യം പഴച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പയറ്റുന്ന കാര്യവും പഴയ്ക്കും. പയറ്റുന്ന കാര്യം പഴച്ചു കഴിഞ്ഞാൽ ജീവിതം തന്നെ പഴയ്ക്കും. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ജീവിതം തന്നെ പഴയ്ക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം മനുഷ്യൻ പക്ഷിമൃഗാദികളെപ്പോലെ ഒരു സൃഷ്ടിയല്ല. അതിനപ്പുറത്ത് ആത്മാവും ശരീരവുമുള്ള ഒരു സവിശേഷ സൃഷ്ടിയാണ്. മനുഷ്യനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത് മറ്റ് മൃഗാദികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലക്കത് കറംന ബനി ആദം, അതായത് മനുഷ്യ സമൂഹത്തെ, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്താൽ ആദരിക്കപ്പെട്ട സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു പ്രകൃതം പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി ധർമാധർമ്മ ബോധമുണ്ട്. കാരണം മനുഷ്യാത്മാവിൻ്റെ പ്രകൃതം അതാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫ അൽഹമഹ ഫുജൂർ ഹവത്തക്കുവ. ഇത് മനുഷ്യന് ഈ ധർമാധർമ്മ ബോധമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശരി തെറ്റ്, നന്മ തിന്മ, സത്യാസത്യ വിവേചന ശേഷിയുണ്ട്. അപ്പോൾ മനുഷ്യാത്മാവിൻ്റെ ഒരു പ്രകൃതം ഇതാണ്. എന്ന് വെച്ചാൽ അവിടെ ധർമ്മവും അധർമ്മവും, എന്ന് വെച്ചാൽ വിളയും കളയും, ഇത് രണ്ടും മനുഷ്യ പ്രകൃതത്തിലുണ്ട്. അതേസമയത്ത് മനുഷ്യൻ വെറും ധാർമ്മികനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതായിരിക്കും, വിള മാത്രമേ ഉള്ളൂ, കളയില്ല, ധർമ്മം മാത്രമേ ഉള്ളൂ, അധർമ്മമില്ല എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ മനുഷ്യനെ സമീപിച്ചാൽ പിന്നെ സംഭവിക്കുക, കൃഷിഭൂമിയിൽ യഥാർത്ഥത്തിൽ വിള മാത്രമല്ല കളയും ഉണ്ടാവും, രണ്ടും ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് അവിടെ വിള മാത്രമാണുള്ളത് എന്ന് വിചാരിച്ച് കള പറിക്കാതിരുന്നാൽ സംഭവിക്കുക വിള തളരുകയും കള വളരുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് മനുഷ്യപ്രകൃതമനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയായ മാർഗനിർദ്ദേശം, ആത്മസംസ്കരണം പോലെയുള്ള കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അധർമ്മം വർദ്ധിക്കുകയും അതേസമയത്ത് ധർമ്മം തകരുകയും ചെയ്യുന്ന, തിന്മ വർദ്ധിക്കുകയും നന്മ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹം മാറും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ഒരു പ്രകൃതം അതാണ്. അപ്പോൾ അത് പറയുന്നതിന് സാധാരണ പറയുന്ന ഒരു ചിത്രീകരണമുണ്ട്. അതായത് ഒരു 20കാരി വീട് വിട്ടിറങ്ങുകയാണ്, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിറങ്ങുകയാണ്. കാരണം ഇന്നത്തെ ഒരു കാലം അങ്ങനെയാണല്ലോ. അങ്ങനെ അവർ കാമുകനെ തേടിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി യാത്ര പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് ഒരു നായ, ഒരു പട്ടി പിറകെ കൂടുന്നുണ്ട്. ആത്മരക്ഷാർത്ഥം ഓടുന്നു. ഇത് കണ്ട ഒരു മനുഷ്യൻ ആ പട്ടിയോട് മല്ലിട്ട് ആ പട്ടിയെ കീഴ്പ്പെടുത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിനിടയിൽ ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളയുകയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ രക്ഷപ്പെടുത്താതിരിക്കാം, പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുത്തി. അത്താൽ ആ കുട്ടിയെ കൊല്ലാതിരിക്കാം, പക്ഷേ കൊന്നു. കാരണം ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിനും കഴിയും. രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്ന, കൊല്ലാനും ജീവിപ്പിക്കാനും കഴിയുന്ന. കാരണം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഇങ്ങനെ ധർമാധർമ്മ ബോധം എന്നൊന്നുള്ളത് കൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധർമ്മബോധത്തെ വളർത്തി അധർമ്മബോധത്തെ ഇല്ലായ്മ ചെയ്ത്, ഇത് പൈശാചിക ബോധത്തെ തളർത്തി ദൈവിക ബോധത്തെ വളർത്തി അവരെ സംസ്കരിച്ച് ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് മാറുന്നത്. ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ ശരിയുടെ മാർഗത്തിലാണ് ജീവിക്കേണ്ടത്, തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ മാർഗത്തിൽ തന്നെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ആ ശരി ഏത്, അല്ല സത്യം ഏത്, നന്മ ഏത് എന്ന് ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് എന്തായി തോന്നും, തെറ്റായിട്ട് തോന്നും. ഒരാൾക്ക് ധർമ്മമാണെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അധർമ്മമായി തോന്നും. അപ്പോൾ ഇത് മനുഷ്യൻ അവൻ്റെ യുക്തി കൊണ്ട് ശരി തെറ്റുകളെ വിവേചിക്കുമ്പോൾ, ഇപ്പോൾ ഭൗതിക കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെയാണ്, യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ശരി തെറ്റുകളെ വിവേചിക്കുമ്പോൾ മനുഷ്യൻ അബദ്ധത്തിൽ ചാടുക സ്വാഭാവികമാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു ഉദാഹരണമുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ടതായി പറയുന്ന ഒരു കഥയിൽ പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അതായത് സാത്വികനായ ഒരു മനുഷ്യനെ, അല്ല വഴിക്കേടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിക്കുന്നുണ്ട്, അദ്ദേഹം നിരാകരിക്കുന്നു. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഇവരുടെ വീട്ടിൽ എത്തിപ്പെടുന്നുണ്ട്. എത്തിപ്പെട്ടു, എങ്ങനെയോ വശീകരിച്ച് അവിടെ എത്തിച്ചാണ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം 3 തിന്മകൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവിടെ ഒരു മദ്യക്കുപ്പിയുണ്ട്, അതിൽ നിന്ന് മദ്യം കുടിക്കണം. മറ്റൊന്ന്, അവിടെ ഒരു കത്തിയുണ്ട്, ഒരു കുട്ടിയുമുണ്ട്, കത്തിയെടുത്ത് ആ കുട്ടിയെ കുത്തി കൊല്ലണം. മൂന്നാമത്തേത്, ആ സ്ത്രീയെ വിഭജിക്കുകയും ചെയ്യണം. എന്നാൽ പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഇവിടെ നിന്ന് മോചനമുള്ളൂ എന്ന അർത്ഥത്തിൽ നിർബന്ധിച്ചപ്പോൾ അതിലേറ്റവും ചെറിയ ഒരു തിന്മ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ട് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടിയെ കൊല ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആ സ്ത്രീയെ വ്യഭിചരിക്കുക, അതൊരു മ്ലേച്ഛവൃത്തിയാണ്, അതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ അതിൽ ഏറ്റവും നിർദോഷകരം എന്ന് തോന്നുന്ന, ഏറെ താരതമ്യേന നിർദോഷം എന്ന് തോന്നുന്ന, അദ്ദേഹം മദ്യമാണ് കണ്ടത്. അങ്ങനെ മദ്യം ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മദ്യം കുടിക്കുന്നു. അല്പം കുടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മദ്യം കുടിക്കുന്നു. അങ്ങനെ അദ്ദേഹം മതോന്മത്തനായി മാറുന്നു. അങ്ങനെ മതോന്മത്തനായ മനുഷ്യൻ പിന്നെ ആ സ്ത്രീയെ വ്യഭിചരിക്കുന്നു എന്ന് മാത്രമല്ല, ആ കത്തിയെടുക്കുന്നു, ആ കുട്ടിയെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 തിന്മകളും ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ, അല്ലേ, മദ്യം എന്ന് പറയുന്നത് തിന്മകളുടെ മാതാവാണ്, ഈ ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ വിഷയം നമുക്ക് തരുന്ന മറ്റൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഈ ശരി തെറ്റുകൾ, നന്മ തിന്മകളൊക്കെ മനുഷ്യൻ അവൻ്റെ കേവല ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് കണക്കാക്കുന്നതിനപ്പുറത്തായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ ഇത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്മ, തിന്മ, സത്യം, അസത്യം, ധർമ്മ, ഇത് മനുഷ്യർക്ക് അതിൻ്റെ ആത്യന്തികമായ അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം, ഇത് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ, അല്ലെ, വേദഗ്രന്ഥങ്ങൾ അനിവാര്യമാണ്. ആ ഒരു ദൗത്യമാണ്, ധർമ്മമാണ് പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ ഈ അർത്ഥത്തിൽ എന്ത് വേണം, കൃത്യമായില്ല കള്ളിയും കോളയും തിരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പിന്നെ നന്മ, തിന്മ, ധർമ്മം, അധർമ്മം, സത്യം, അസത്യം ഇതൊക്കെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതം അനുസരിച്ച് അനിവാര്യമാണ്. ഈ ഒരു ദൗത്യമാണ് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ അതിനെന്തുണ്ട്, വലിയ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് മനുഷ്യനെ സത്യം, ധർമ്മം, ശരി, തെറ്റ്, നന്മ, തിന്മ ഇതേതൊക്കെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചത്, വേദഗ്രന്ഥങ്ങൾ നൽകിയത്. അതിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് എന്ന കാര്യം ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്.